ഇന്ത്യൻ ആർമി ഒരു രഹസ്യ പാക്കേജുമായി ഏതൊരു മലയുടെ മണ്ടയിലൂടെ പോവുകയായിരുന്നു. പെട്ടെന്നൊരു ഹെലികോപ്റ്ററിൽ മാസ്ക് വെച്ചൊരു വെടലൻ വന്ന് അവരെ ആക്രമിച്ച് നിനക്കുള്ളത് അടുത്ത വെള്ളിയാഴ്ച തരാമെന്ന് പറഞ്ഞ് ആ പാക്കേജുമായി മുങ്ങുന്നു. 72 മണിക്കൂറിനകം ആ പാക്കേജ് വീണ്ടെടുത്തില്ലെങ്കിൽ ഇന്ത്യയെ പൂർണ്ണമായി നശിപ്പിക്കുമെന്നും ഭീഷണി ആ വെടലൻ മുഴക്കുന്നു. അങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി കേണലും ക്യാപ്റ്റനും രണ്ടാളുകളെ തിരഞ്ഞെടുക്കുന്നു. അത് വേറെ ആരുമല്ല സുഹൃത്തുക്കളെ, നമ്മുടെ സ്വന്തം കില്ലാടിയും ബംഗാളി ബാബുമായിരുന്നു. 8 കൊല്ലങ്ങൾക്ക് മുൻപ് ഇന്ത്യൻ ആർമിയിലെ ഏറ്റവും മികച്ച സോൾജേഴ്സ് ആയിരുന്ന ഇവരെ ബഡേ ബംഗാളി എന്നും ചോട്ടു ബംഗാളി എന്നാണ് വിളിച്ചിരുന്നത്. പണ്ട് അഫ്ഗാനിസ്ഥാനിൽ പോയി ഷോ ഓഫ് കളിച്ച് ബാബുവും കില്ലാടിയും ബന്ദികളാക്കപ്പെട്ട ഇന്ത്യൻ അംബാസഡർമാരെ മോചിപ്പിക്കുന്നു. ആ ഓപ്പറേഷന്റെ ഇടയിൽ മേലധികാരികളുടെ വാക്കിന് പുല്ലുവില കൊടുത്ത് ഇവന്മാർ ഏതൊരു തീവ്രവാദിയെ കൊല്ലുന്നു. ഈ കാരണത്താൽ 2 ഭായിമാരെ ഇന്ത്യൻ ആർമിയിൽ നിന്ന് പുറത്താക്കിയിരുന്നു. അങ്ങനെ ആ പെണ്ണ് 2 ഭായിമാരെ തപ്പി ബംഗാൾ മുഴുവൻ അലയുന്നു. അങ്ങനെ ബംഗാളി ബാബു ഫയർഫോഴ്സിലും കില്ലാടി ഏതോ ഓയിൽ കമ്പനിയിലുമായിരുന്നു. കാര്യം പറഞ്ഞപ്പോൾ കില്ലാടി ചാട അടിച്ച് അവളുടെ ഒപ്പം പോയില്ല. ബാബുവിന് ബിരിയാണിയും കിടക്കാൻ സ്ഥലവും തരാമെന്ന് പറഞ്ഞപ്പോൾ അവളുടെ പുറകെ മണത്തു ലണ്ടനിലേക്ക് പോയി. അങ്ങനെ ബംഗാളി ബാബു ഷോ കാണിക്കാൻ ഒരു കുട്ടിക്കോപ്പായം ഇട്ട് മിഷന് വേണ്ടി പോയി. ബംഗാളി ബാബു വില്ലന്റെ ടീമിനെ അടിച്ചു തൂറ്റിക്കാൻ നോക്കി. പക്ഷെ വില്ലന്മാർ ബാബുവിനെ അടിച്ചു തൂറ്റിച്ച് പദം വരുത്തി ബാബുവിന് നേരെ തോക്ക് ചൂണ്ടി. മിഷൻ തോറ്റു എന്ന് വിചാരിക്കുമ്പോൾ ധൂമുജാലെ എന്നു പറഞ്ഞ് കില്ലാടി പാറ്റൻ ടാങ്ക് കൊണ്ടുവരുന്നു. ഒടുവിൽ ഭായിമാരെ വോൾട്ട് തുറക്കുന്നു. പക്ഷെ അവിടെ കണ്ട കാഴ്ച അവരെ ഞെട്ടിച്ചു. ആ പാക്കേജ് ആയുധമായിരുന്നില്ല, മറിച്ച് ഇന്ത്യൻ ആർമിയുടെ റിസർച്ച് വിങ്ങിലെ ഉദ്യോഗസ്ഥയായ മേജർ ശ്രീകുമാരി ആയിരുന്നു അത്. ഇന്ത്യയുടെ ഡിഫൻസ് മെക്കാനിസമായ കരൺ കവചിന്റെ കോഡുകൾ പൂർണ്ണമായും എൻക്രിപ്റ്റ് ചെയ്ത് സൂക്ഷിച്ചിരിക്കുന്നത് അവളുടെ മണ്ടയിലായിരുന്നു അത്രേ. ശാസ്ത്രത്തിന്റെ ഓരോ വളർച്ചയെ ഇതിന്റെ ഇടയിൽ മറ്റൊരു വെളിപ്പെടുത്തൽ. ഈ പെണ്ണ് നമ്മുടെ കില്ലാടിയുടെ പെണ്ണായിരുന്നു. അതേടാ, ഞാൻ കില്ലാടിയുടെ പെണ്ണാ, മേജർ ശ്രീകുമാരി. പക്ഷെ ഇപ്പൊ ബ്രേക്കപ്പ് ആയിട്ടോ. പെട്ടെന്ന് വില്ലന്റെ ടീം വന്ന് മേജർ ശ്രീകുമാരിയെ തട്ടിക്കൊണ്ടുപോകുന്നു. 2 ഭായിമാരും ആ കാറിന്റെ പുറകെ ബൈക്കിൽ ഒരു ചേസ്. അവസാനം വില്ലന്റെ ടീം വന്ന് പെരിച്ചാഴിയെ പിടിക്കും പോലെ എല്ലാറ്റിനെയും പിടിക്കുന്നു. എന്നിട്ട് നമ്മുടെ വില്ലൻ വെടലൻ മാസ്ക് പകുതി ഇഴിക്കുന്നു. അത് മറ്റാരും ആയിരുന്നില്ല, നമ്മുടെ കൊട്ട മധുവായിരുന്നു. ഇത് കണ്ട് ഭായിമാരാകെ ഞെട്ടുന്നു. അവന്റെ ഒപ്പമുള്ള 2 ആളുകളെ മുഖംമൂടി അഴിക്കാൻ പറയുന്നു. അത് 2 ഭായിമാരെ പോലെ തന്നെ മുഖമുള്ള 2 കോയകളായിരുന്നു, ക്ലോണുകളായിരുന്നു. സംഭവം എന്താന്ന് വെച്ചാൽ കൊട്ടയും ഭായിമാരും കട്ട ചങ്കുകളായിരുന്നു. കൊട്ട കണ്ടുപിടിച്ച ക്ലോണിംഗ് പ്രോഗ്രാം ലോകത്തിന് തന്നെ അപകടമാകുമെന്ന് കരുതി അവർ അത് നിർത്തലാക്കുന്നു. ആ പറഞ്ഞത് കൊട്ടയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അവരത് മറ്റു രാജ്യങ്ങൾക്ക് വിൽക്കാൻ നോക്കി. ഇറങ്ങിയ മേലുദ്യോഗസ്ഥർ കൊട്ടയുടെ ലാബ് നശിപ്പിക്കാൻ പറയുന്നു. അങ്ങനെ അവിടെ വെച്ച് കില്ലാടി കൊന്നത് കൊട്ട മകനെ പോലെ സ്നേഹിച്ചിരുന്ന ആദ്യ ക്ലോണായ കടുവാക്കൊന്നേൽ കുറുവച്ചനെയായിരുന്നു. അങ്ങനെ കില്ലാടിയും ടൈഗർ ബാമിനെയും തന്തൂരിയാക്കാൻ കെട്ടിയിടുന്നു. അവിടെ നിന്ന് അതിസാഹസികമായി 2 ഭായിമാർ രക്ഷപ്പെടുന്നു. അങ്ങനെ ശ്രീകുമാരിയെ വെച്ച് കൊട്ട ആ കോഡ് ആക്സസ് ചെയ്യാൻ വേണ്ടി തലയിൽ പുട്ടുംകുറ്റി കയറ്റി വെക്കുന്നു. ആ സമയം കില്ലാടിയും ബാബുവും അങ്ങോട്ട് എത്തുന്നു. എന്നിട്ട് വില്ലന്മാരെ അടിച്ച് തെറിപ്പിക്കുന്നു. അങ്ങനെ പാസ്വേഡ് കിട്ടിയ കൊട്ട ഇന്ത്യയെ നശിപ്പിക്കാനായി കരൺ കവച് ഡീആക്ടിവേറ്റ് ചെയ്ത് പാകിസ്ഥാനിലേക്കും ചൈനയിലേക്കും മിസൈലുകൾ അയക്കാൻ ശ്രമിക്കുന്നു. കില്ലാടിയും ബംഗാളി ബാബുവും അങ്ങോട്ടെത്തി തങ്ങളുടെ ക്ലോണുകളെ ആദ്യം കൊല്ലുന്നു. ഒടുവിൽ കൊട്ടമധുവുമായി ഒരു മാരക ഫൈറ്റ്. ഒടുക്കം കൊട്ടമധു ഷോക്കടിച്ച് മരിക്കുന്നു. ഇന്ത്യ സുരക്ഷിതമാവുകയും ചെയ്യുന്നു.